ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളും അതുപോലെ വല്യമ്മമാരൊക്കെ മുശ്രിക്കുകളാണ് എന്നതിന് വഹാബികൾക്ക് യാതൊരു തെളിവും ലോകത്ത് കൊണ്ടുവരാൻ സാധ്യമല്ല. അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കായിരുന്നു, മുവഹിദല്ല എന്ന് പറയാൻ വേണ്ടി ചില വഹാബികൾ ശ്രമിച്ചു, സാധിച്ചിട്ടില്ല. ഒരു തെളിവും അവർക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ, ഇവർക്ക് വലിയ കഴിവിന്റെ പരമാവധി നബിതങ്ങളെ വേദനിപ്പിക്കുക, നബിതങ്ങളെയും ഔലിയാക്കളെയും മഹാന്മാരെയും നിസ്സാരപ്പെടുത്തുക എന്നതാണ് ഏതൊരു വഹാബിയുടെയും മുഖമുദ്ര. നബിതങ്ങൾ സാധാരണ മനുഷ്യനാണ്, സാധാരണ അറബി പയ്യനാണ്, ഇങ്ങനെ മോശമായ കാര്യങ്ങൾ ഇങ്ങനെ അവരെ പറ്റി മോശത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരെ ബഹുമാനത്തിന് ഇടിച്ചു താഴ്ത്ത, ബഹുമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ പറയുന്നത് ഇവർക്ക് ഭയങ്കര ദേഷ്യ. ആ ഔലിയാക്കളെ പറ്റി നമ്മൾ കറാമത്തുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ബഹുമാനിക്കുമ്പോ, അവരുടെ മദ്ഹുകൾ പറയുമ്പോ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വങ്ങൾ നമ്മൾ പറയുന്ന സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോ ഇവർക്ക് വലിയ ബേജാറാ. കാരണം എന്തുകൊണ്ട്? ജൂത ക്രിസ്ത്യാനികൾക്ക് എന്താ ബേജാറ് കൂടുതൽ? ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ ബേജാറെന്താ? ജൂതചാരന്മാർക്ക് എന്താ ബേജാറ്? അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്നൊക്കെ നിസ്സാരപ്പെടുത്താൻ, ആളുകളുടെ മനസ്സിൽ നബി തങ്ങളുടെ മഹത്വങ്ങൾ വേരൂന്നാൻ പാടില്ല. അതുപോലെ അവിടുത്തെ ശിഷ്യന്മാരും അവിടുത്തെ അനുയായികളായ മുസ്ലിം മഹത്തുക്കൾ, പണ്ഡിതന്മാര്, ഔലിയാക്കളുടെ മഹത്വങ്ങൾ വലുപ്പത്തിൽ മനസ്സിലാക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും. നിങ്ങൾ ഏതൊരു ക്രിസ്ത്യാനിയായിട്ട് ഏറ്റുമുട്ടി നോക്കൂ, അവർ ആദ്യം തന്നെ മുഹമ്മദ് നബി ഭ്രാന്തനാണ്, മുഹമ്മദ് നബി മാനസിക രോഗാണ്, മുഹമ്മദ് നബി മറ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതേ ജൂതന്മാരുടെ അതേ സ്വഭാവം ഇബ്ലീസിയൻ സിദ്ധാന്തം, ഇബ്ലീസ് ആദം നബി അലൈഹി സ്വലാമിനെ നിസ്സാരപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതേ സ്വഭാവമാണ് ഏതൊരു മുബത്തദീനും ഏതൊരു ജൂതായിസും ഏതൊരു വഹാബിക്കുമുള്ളത്. ജൂതചാരൻ ഹംഫർ വളർത്തിയെടുത്ത ഇബ്നു അബ്ദുൽ വഹാബിന്റെ പ്രസ്ഥാനവും അവരുടെ ഓരോ പദ്ധതികളും പരിശോധിച്ചാലും ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഉലമാക്കളും അംബിയാക്കളും മുത്തുനബിയൊക്കെ നിസ്സാരപ്പെടുത്തുന്ന അവരുടെ ഏത് വാദഗതികൾ പരിശോധിച്ചാലും അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസം 100 തെറ്റ് ചെയ്യുന്നുണ്ട്. ഔലിയാക്കളെ കറാമത്തുകളെയും ഒക്കെ നിഷേധിക്കുകയും പലപ്പോഴും അതിനൊക്കെ, അതുപോലെ അവരുടെ മദ്ഹ് പറയുന്നതും മാല ചെല്ലുന്നതും അവരുടെ മഹത്വങ്ങൾ, അതുപോലെ അവരുടെ അനുസ്മരണങ്ങൾ വാർഷികത്തിലോ മറ്റോ സംഘടിപ്പിക്കുന്നതൊക്കെ ഇല്ലാതെയാക്കുകയും അവരുടെ മഖബറകളും അവരെ സ്മരിക്കുന്ന സന്ദർഭങ്ങളും ഉറൂസുകളും ഒക്കെ ഇല്ലാതെയാക്കി മഹാന്മാരെ വലുതാക്കുന്നത് തടയുക എന്നത് ജൂത ക്രിസ്ത്യാനികളുടെ ഒരു അജണ്ടയാണ്, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി. ആ ജൂതചാരൻ ഹംഫറിന്റെ വലയത്തിൽപ്പെട്ടുകൊണ്ട് ഇബ്നു അബ്ദുൽ വഹാബും അതേ റൂട്ടാണ് സ്വീകരിച്ചത്. ജൂതന്മാരെന്ന യോഗം കൂടി മുസ്ലിമീങ്ങളെ തകർക്കാനുള്ള ഏറ്റവും വലിയ മാർഗം അവരുടെ നേതാക്കന്മാരെ എന്താക്കുക, നിസ്സാരപ്പെടുത്തുക, മദ്ഹബ് സ്വീകരിക്കുന്നിടത്തും അവരൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നും പറഞ്ഞ് നടക്കുക. ഇങ്ങനെ ഇവരുടെ ഏതൊരു വാദങ്ങൾ എടുത്തു നോക്കൂ, ഇസ്തിഗാസയാവട്ടെ, തവസ്സുലാവട്ടെ, അതുപോലെ മദ്ഹബ് സ്വീകരിക്കലാവട്ടെ, എന്താവട്ടെ, ഈ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ കാഫിറാക്കലാവട്ടെ, എല്ലാ വാദത്തിലും മുസ്ലിം മഹാത്മാരെ നിസ്സാരപ്പെടുത്തുക എന്ന ജൂത അജണ്ടകളും ക്രിസ്ത്യൻ അജണ്ടയും മാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരിക്കട്ടെ, ഇബ്ലീസിയൻ സിദ്ധാന്തം അതാണ് മൗലവീസിനും ഉള്ളത്. ഇവിടെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ മുശ്രിക്കുകളാണ് എന്ന് പറയാൻ വേണ്ടി ഒരു വഹാബി പറഞ്ഞതായി കാണാൻ സാധിച്ചു. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പച്ചപ്പൊള്ളു പറഞ്ഞിട്ടുണ്ട്. നവവി ഇമാം പറഞ്ഞിട്ടുണ്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ മുശ്രിക്കുകളാണ് എന്ന്. നബി ഇമാം പറഞ്ഞിട്ടുണ്ട് പോലും അവർ മുസ്ലിമീങ്ങളല്ല എന്ന്. ഞാൻ വെല്ലുവിളിക്കുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മയും ഉപ്പയും മുശ്രിക്കാണ്, ഇവർക്ക് അതും പറഞ്ഞ് നടക്കലാ പണി. നബി തങ്ങളുടെ ഉമ്മ മുശ്രിക്ക, സ്വന്തം ശിർക്കുണ്ടോന്നൊന്ന് പരിശോധിച്ചു നോക്കാം. സ്വന്തം എവിടെയാണ് എന്ന് തീരുമാനാക്കാത്ത ഇവരാണ് നബി തങ്ങളുടെ മാതാപിതാക്കളെ മുശ്രിക്ക് എന്നും പറഞ്ഞ് നടക്കുക. സ്വന്തം വാപ്പുള്ളവർക്കല്ലേ വാപ്പനെ മുശ്രിക്കാക്കിയാലുള്ള വേദന അറിയുള്ളൂ. സ്വന്തം ഉമ്മ ഉണ്ടെങ്കിലല്ലേ
ഉമ്മയെ മുശ്രിക്കാക്കിയുള്ള വേദന അറിയുള്ളൂ. അത് നമ്മൾ നേർക്ക് മനസ്സിലാക്കണം. ഏതായിരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ മുശ്രിക്കാണെന്ന് പറയാൻ വേണ്ടി അവർ കൊണ്ടുവന്ന തെളിവെന്താണ്? നബി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വെല്ലുവിളിക്കുന്ന ഇമാം എവിടെ പറഞ്ഞു? ശറഹ് മുസ്ലിമിലെ ഇബാറത്ത് കൊണ്ട് നിങ്ങൾക്ക് അത് തെളിയിക്കാൻ സാധ്യമല്ല. മറിച്ച് നബി ഇമാം എന്ത് പറഞ്ഞിട്ടുണ്ട്? മുശ്രിക്കുകൾക്ക് പാപമോചനം ചെയ്യാൻ പാടില്ല എന്ന വാചകം ഹദീസിന്റെ താഴെ നബി ഇമാം പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങളുടെ മാതാപിതാക്കൾ മുശ്രിക്കാണ് എന്നൊരു വാചകം അതിൽ നിന്ന് കാണിക്കാൻ തന്നെ സാധ്യമല്ല. മുശ്രിക്കുകൾക്ക് പാപമോചനം ചെയ്യാൻ പാടില്ല എന്നതിൽ ഇവിടെ തർക്കമില്ല. നബി തങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിലാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. സാധ്യമല്ല. അവർ മുസ്ലിമീങ്ങളെല്ലാം നബി ഇമാം പറഞ്ഞു എന്ന് പച്ചക്കളവ് പ്രചരിപ്പിക്കുന്ന വഹാബികൾ ഇങ്ങനെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും ഇടിച്ചു താഴ്ത്തി മൻ ആദാലി വലിയം ആദൻതുഹു ബിൽ ഹർബ്, എന്റെ ഔലിയാക്കൾ സ്വാലിഹീങ്ങളെ നിസ്സാരപ്പെടുത്താൻ ശ്രമിച്ചാൽ അവനോട് ഞാൻ യുദ്ധപ്രഖ്യാപനം നടത്തി മാൻ കിട്ടാതെ ചത്തുപോകും. യുദ്ധപ്രഖ്യാപനം നടത്തിയ രണ്ട് കാര്യത്തിൽ ഒന്ന് അത് ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തൽ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് ഇവരുടെ ഏത് വിഷയം എടുത്താലും മഹത്തുക്കളെ നിസ്സാരപ്പെടുത്തുക എന്ന ജൂതന്മാർ ചെയ്യുന്ന, ജൂതന്മാരോട് നിങ്ങൾ സംവാദം നടത്തി നോക്കൂ. അവര് നേരെ വരല് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്നൊക്കെ നിസ്സാരപ്പെടുത്തിക്കാണ്ട് മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത കാണാൻ സാധിക്കും. ഭ്രാന്തനാണെന്നും അതുപോലെ മരണം വരിച്ച ആളാണെന്നും ഇങ്ങനെ നിസ്സാരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത് പ്രവണത ഈ ജൂത ഏജന്റുമാർക്കുമുണ്ട് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു ഖൈർ നൽകട്ടെ. ഈ മെസ്സേജ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.